ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മസാല വഴറ്റോ അതുപോലെ തന്നെ മാവ് കുഴയ്ക്കോ ചെയ്യേണ്ട ഒരാവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഞാനിതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് പുഴുങ്ങി എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറുതായതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. അതുപോലെ തന്നെ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരല്പം ചെറിയ മുട്ടയായതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 മതിയാകും. ഇനി ആ ഒരു ഉരുളക്കിഴങ്ങും മുട്ടയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതുപോലത്തെ മീഡിയം വലുപ്പത്തിലുള്ള ഗ്രേറ്ററിലൂടെയാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് നല്ലപോലെ തന്നെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഉടച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മുട്ടയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഗ്രേറ്ററിലൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. മുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ബലം കൊടുക്കാതെ നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊടിയാതെ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ബലം കൊടുക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ മുട്ട കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മുട്ട ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ 3 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 മതിയാകും. അപ്പോൾ ദാ ഉരുളക്കിഴങ്ങും മുട്ടയും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതിയാകും. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചാട്ട് മസാലയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാട്ട് മസാല ചേർക്കുന്നത്. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്താലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഉരുളക്കിഴങ്ങും മുട്ടയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത മസാലയും ഒക്കെ യോജിച്ച് വരണം. ഇത്രേ ഉള്ളൂ, നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഫില്ലിംഗ് ആണ്. ഇനി ഒരു പലഹാരത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വീറ്റ് ബ്രെഡും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ആ ഒരു 4 സൈഡും ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ചാൽ മതി. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് മാത്രം വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനിതാ ഇതിൻ്റെ മുകളിൽ അടുത്ത ബ്രെഡ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ പരത്തിയെടുത്ത് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ടൊമാറ്റോ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് ഒരു ലെയറായി വരുന്ന രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ബ്രെഡ് വെച്ച് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ അഥവാ ഫില്ലിങ് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു പലഹാരം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 2 റെക്റ്റാങ്കിൾ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇതുപോലെയാണ് സെറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുക. ഒരു ലെയർ ഉരുളക്കിഴങ്ങിൻ്റെത് ഉണ്ടാകും, പിന്നെ ഒരു ലെയർ ചീസിൻ്റെതായിട്ടുണ്ടാകും. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാനായിട്ട് ഒരു ബാറ്ററിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലിക്വിഡ് ആയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു രീതിയിലുള്ള ബാറ്ററാണ് വേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം 1/4 കപ്പ് അളവ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈറ്റും അല്ല ലൂസും അല്ല എന്നുള്ള രീതിക്ക് വേണം. ഇനി ബ്രെഡ് ക്രംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ആ ഒരു സൈഡ് മുറിച്ച് മാറ്റിയിരിക്കുന്ന ആ ഒരു ബ്രെഡ് തന്നെയാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരല്പം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഒരുപാട് പൊടിയാക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഞാനിതിവിടെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ലെയറും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇത് വളരെ പെട്ടെന്ന് മുറുകി വരും. അത് കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വീറ്റ് ബ്രെഡിൻ്റെ ആ ഒരു ക്രംസ് ഉണ്ടായിരുന്നു. അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രെഡ് ക്രംസ് അഥവാ ബാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. എപ്പോൾ ആവശ്യമുണ്ടോ ആ ഒരു സമയത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മല്ലിയില നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് ഈ ഒരു മൈദയുടെ കൂട്ടിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണ്ടാന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സിലും ഇത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിക്ക് ഈ ഒരു രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലേക്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടും കൈ ഉപയോഗിച്ച് പൊടിച്ചാൽ മതി. മിക്സിയിൽ പൊടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിക്കും ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ വെന്ത് വന്നതാണ്. ആ ഒരു ചീസ് ഒന്ന് ചെറുതായിട്ട് മെൽട്ടായിട്ട് വരണം. അതുപോലെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു മൈദ ഒന്ന് കുക്കായിട്ട് വരണം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ മൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു എണ്ണ നല്ലപോലെ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടക്കായിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറഞ്ഞ ചേരുവയിൽ കുറച്ച് സമയത്തിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ചീസും കൂടെ വരുമ്പോൾ ഈ ഒരു പലഹാരത്തിന് നല്ല രുചിയാണ്. നിങ്ങൾക്ക് ആ ഒരു ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 ബ്രെഡ് സ്ലൈസസ് ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നടുഭാഗത്തായിട്ട് നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് ചിക്കൻ്റെ ഫില്ലിങ്ങും ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പുറമേ നല്ല മൊരിഞ്ഞിരിക്കും. ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.